എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന? അല്ല, എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കായിരുന്നു നിങ്ങള്? അതെ രഘുവേട്ടാ, ഞങ്ങളൊരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രഘുവേട്ടൻ വിളിച്ചത്. അയ്യോ, എന്നാ പിന്നെ നിങ്ങൾക്ക് ചാവി ഉണ്ടിൽ വെച്ചിട്ട് പോകാറുന്നില്ല ഇന്ദ്ര? ഞാൻ വന്ന് വണ്ടി എടുത്തോണ്ട് പോകില്ലായിരുന്നോ? എന്താണ്? എന്റെ വണ്ടിയിലാ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. അതെ രഘുവേട്ടാ, കുറച്ചു ദിവസം രഘുവേട്ടൻ വണ്ടി എടുക്കരുതെന്ന് കരുതിയല്ലേ അച്ഛനും അമ്പിളി ചേച്ചിയും കൂടി ഈ വണ്ടി ഇന്ദ്രേട്ടനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ വെറുതെ കിടക്കല്ലേന്ന് കരുതി ഈ വണ്ടിയായിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാൻ വിളിച്ചപ്പോ ഇന്ദ്രൻ പറഞ്ഞില്ലല്ലോ. എടാ, നീ നിന്റെ വണ്ടി തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട ഇവൻ പിന്നെ എന്ത് പറയാനാടാ? നിന്റെ പാട്ട് വണ്ടി എടുത്ത് പോവാൻ നോക്കിയ വേഗം. നിങ്ങളെ എന്നെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്റെ വണ്ടിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. അല്ല, ഇതിൽ പോകാനല്ലേ നിങ്ങൾ ചമഞ്ഞുരുങ്ങി ഇറങ്ങിയത്? രഘുവേട്ടാ, അത് വിട്. അമ്മയുടെ രീതി അറിയാലോ. രഘുവേട്ടൻ വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. ഇന്ദ്രേട്ടാ, കീ കൊടുക്ക. വേണ്ടെന്നില്ല, വേണ്ട. നിങ്ങളുടെ യാത്ര ക്യാൻസൽ ചെയ്യണ്ട. എടാ, നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇത്രയും ദൂരം വരില്ലായിരുന്നു. സാരല്ല, ഞാൻ ഒന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലങ്ങ് പോക്കോളാം. എടാ സത്യം, നിങ്ങളുടെ യാത്ര നടക്കട്ടെ. ഇനി ഇവന്റെ വണ്ടിയിൽ എന്റെ പട്ടി പോവും. എത്രയും വേഗം നിന്റെ ഈ പാട്ട് വണ്ടി എടുത്തോണ്ട് പോടാ. നിങ്ങളങ്ങനെ കേട്ടാ, ഇറങ്ങി പോടാ ഇവിടുന്ന്. Oh.